G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കൊല്ലം കോർപ്പറേഷനിലെ കടവൂരിൽ തൃക്കടവൂരിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രമാണ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ പുരാതനമായ 108 ശിവാലയങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണിത്. മൃത്യുഞ്ജയ ഭാവത്തിൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ശിവന് ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനും ശ്രീകൃഷ്ണനും നാഗദൈവങ്ങളും കുടികൊള്ളുന്നു. കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 ദിവസത്തെ ഉത്സവവും ശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. തൃക്കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കുതിരകെട്ടിന് പേരുകേട്ട ക്ഷേത്രമാണ്. കൊല്ലം നഗരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഗതകാല സ്മരണകൾ അയവിറക്കി നിൽക്കുന്ന ഒരു കൊട്ടാരം, അഷ്ടമുടി കായൽക്കരയിലെ ചാരുതയാർന്ന തേവള്ളി കൊട്ടാരം. ദേവദാസൻ കേരളവർമ്മ രാജാവ് രാജ്യത്തെ പല പകുതികളാക്കി തിരിച്ചപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃക്കടവൂർ എന്ന പകുതിയിലായി. അങ്ങനെ ഈ ദേശം തൃക്കടവൂർ എന്നറിയപ്പെട്ടു. കടവൂർ എന്നും തൃക്കടവൂർ എന്നും അറിയപ്പെടും. ക്ഷേത്രത്തിന് മുന്നിലൂടെ റോഡിൽ നിന്നുള്ള ഇറക്കം അവസാനിക്കുന്നിടത്ത് പടിഞ്ഞാറേ ഗോപുരം കടക്കാൻ 14 പടികൾ ഇറങ്ങിച്ചെല്ലണം. മാർക്കണ്ഡേയ ചരിതം. മഹാദേവന്റെ ചൈതന്യം കൊണ്ട് പരിപാവനമായ ക്ഷേത്രത്തിൽ പരമശിവൻ സ്വയംഭൂവായി പടിഞ്ഞാറോട്ട് ദർശനമേകുന്നു. ബലിക്കൽ പുരയും മുഖമണ്ഡപവും വാസ്തുവിദ്യയുടെ പൗരാണികത വെളിപ്പെടുത്തുന്നു. നാലമ്പലത്തിനകത്ത് ഗണപതി, പുറത്തു വടക്കുവശത്തായി യക്ഷിയമ്മയും തെക്ക് ഭാഗത്തായി ശ്രീ അയ്യപ്പനും, കിഴക്ക് തെക്കേ മൂലയിൽ നാഗരാജാവും നാഗയക്ഷിയും ബ്രഹ്മരക്ഷസുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പച്ചക്കുടയായി ഒരു കാവ്, തൊട്ടടുത്ത് കൽപ്പടവുകളോടുകൂടിയ കുളം, മുന്നിലെ പാടത്തിൻ്റെ വടക്കേ അറ്റത്ത് ആറാട്ടുകുളം. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ ശ്രീകൃഷ്ണൻ ഓഡിറ്റോറിയവും സ്റ്റേജുമെല്ലാം ക്ഷേത്ര സമുച്ചയത്തിന് പ്രത്യേക അലങ്കാരം. മാർക്കണ്ഡേയ ചരിതത്തിന് അടിസ്ഥാനമായ ഐതിഹ്യം നിദ്രകൊള്ളുന്ന തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം. ദുഃഖിതരായ മാതാപിതാക്കൾ അവരുടെ മകൻ മാർക്കണ്ഡേയൻ 16 വർഷമേ ജീവിച്ചിരിക്കുമെന്ന് അറിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് ഈ ദുഃഖം. അച്ഛനമ്മമാരുടെ വേദനയകറ്റാൻ മകൻ തപസ്സു ചെയ്തു. യമകിങ്കരന്മാരെ കണ്ട് ഭയന്ന് ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു പ്രാർത്ഥിച്ചു. അപ്പോൾ കാലദൂതൻ പിൻവാങ്ങി. ഇതെല്ലാം യജമാനനെ കോപാകുലനാക്കി. വൈകാതെ യമൻ അവിടെ എത്തി. ശിവലിംഗവുമായി ചേർന്നിരുന്ന ബാലനെ കാലപാശം കൊണ്ട് ബന്ധിച്ചു. കാലന്റെ ഈ പ്രവൃത്തി മഹാദേവനെ കോപിഷ്ഠനാക്കി. ഭഗവാൻ തൃശൂലവുമായി പ്രത്യക്ഷപ്പെട്ട് കാലനെ നിഗ്രഹിച്ചു. മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുകയും ചെയ്തു. മഹാദേവന്റെ പ്രസാദത്താൽ മാർക്കണ്ഡേയൻ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് കാലം കഴിച്ചു. കാലാന്തരത്തിൽ മാർക്കണ്ഡേയന്റെ പൂജാവിഗ്രഹം മൺമറഞ്ഞു ചുറ്റും തേക്ക് മരങ്ങൾ തെങ്ങി നിറഞ്ഞ ആരണ്യമായി തീർന്നു. കാലമേറെ കഴിഞ്ഞപ്പോൾ പൂജാവിഗ്രഹം മറഞ്ഞുകിടന്ന സ്ഥലത്തുകൂടി ഒരു ഊടുവഴി രൂപാന്തരപ്പെട്ടു. ഒരു ബാലിക പാലുമായി അതുവഴി പോകുക പതിവായിരുന്നു. വഴിമധ്യത്തിലുള്ള ഒരു വേരിൽ തട്ടി കയ്യിലുള്ള പാല് വേരിൽ വീണു. ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കോപിഷ്ഠനായ വീട്ടുകാരൻ വേര് വെട്ടിമാറ്റാനൊരുങ്ങി. വെട്ടുകൊണ്ടത് വേരിനടിയിൽ മറഞ്ഞുകിട്ടിരുന്ന വിഗ്രഹത്തിലായിരുന്നു. വെട്ടേറ്റ ഭാഗത്തു നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. ബോധമറ്റ് അയാൾ നിലംപതിച്ചു. വീട്ടുകാർ പ്രശ്നവിധി തേടി. അതിൻ പ്രകാരം വിഗ്രഹം വീണ്ടെടുക്കുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. വില്യമംഗലത്ത് സ്വാമിയാർ ക്ഷേത്ര ദർശനവും ശയനപ്രദക്ഷിണവും നടത്തുകയുണ്ടായി. ഉപദേവനായ ശ്രീകൃഷ്ണനെ വില്യമംഗലം പ്രതിഷ്ഠിച്ചുവെന്ന ഐതിഹ്യം. വില്യമംഗലത്തിന്റെ പേരിൽ ഒരു ഭവനവും കടവൂർ ഒരു സ്മാരക സമിതിയും ഉണ്ട്. സ്വാമിയാർ തുടങ്ങിവെച്ച ശയനപ്രദക്ഷിണം ഉരുൾ വഴിപാടായി ഇന്നും നടക്കുന്നുണ്ട്. തൃക്കടവൂർ ക്ഷേത്രോത്സവം കേരളത്തിലെ പ്രസിദ്ധ ഉത്സവങ്ങളിൽ ഒന്നാണ്. കടവൂർ 11 പണ്ടേ പറഞ്ഞു കേൾക്കാറുള്ള ഇത് കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ട് വരത്തക്ക വിധം കൊടിയേറി 10 ദിവസമാണ്. ഉത്സവത്തിന് മുമ്പുള്ള വിളക്കറിയിപ്പുണ്ട് പ്രത്യേകത. കെട്ടുകാഴ്ചകളിൽ ഏറ്റവും അധികം എടുപ്പ് കുതിരകളാണ് ക്ഷേത്രത്തിലുള്ളത്. ആലപ്പുഴയിലെയും ആറന്മുളയിലെയും ഉത്സവങ്ങൾക്ക് വള്ളംകളികൾ വർണ്ണപ്പകിട്ടേകുമെങ്കിൽ ഇവിടെ തേവള്ളിക്കാരുടെ കുതിര അഷ്ടമുടിക്കായലിലൂടെ ചാഞ്ചാടി വരുന്നത് നയനാനന്ദകരമായ കാഴ്ചയാണത്. ഉത്സവം കണ്ടു മതിവരാത്ത മലയാളികളെ മാത്രമല്ല, സന്ദർശകരായി എത്തുന്ന വിദേശികളെ പോലും ഉത്സാഹം പടർത്തും. ലോകത്ത് മറ്റെവിടെയും ദർശിക്കാനാകാത്ത അപൂർവ ദൃശ്യം. ഭക്തലക്ഷങ്ങളെ ആകർഷിച്ചുകൊണ്ട് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം മുക്തി സങ്കേതമായി പരിലസിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.